പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം. നമസ്കാരം. ദേവാമൃതത്തിൻ്റെ പുതിയൊരാരംഭത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നാം ജീവിതത്തോട് പൊരുതി നേടാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനം സമ്പത്താണ്. എന്നാൽ നാം ഐശ്വര്യത്തിനായി ശ്രമിക്കുമ്പോൾ അത് സമൂഹത്തിനും മറ്റും ദോഷപ്രദമാകുന്നുണ്ടോ എന്നുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും നാടിനെയും നമുക്കൊപ്പം ഐശ്വര്യപ്രദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അതിനായി നമുക്ക് കഴിയുകയും വേണം. ഇത് ഒരു വ്യക്തിക്കും കുടുംബത്തിനും ഒരുപോലെ ബാധ്യതയുള്ള കാര്യമാണ്. ഈ ഒരു അറിവോടുകൂടി നമുക്ക് ആദ്യം ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. സാഗരം അറിവിന്റെ സാഗരം ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മയ്ക്ക് വേണ്ടി ഭഗവാൻ ഒരുക്കി വെച്ച ദിവ്യമായിരിക്കുന്ന നവരത്നമാലയുടെ ഓരോ മുത്തുകളെയും നാം അടുത്തടുത്ത് കണ്ട് അതിൻ്റെ തിളക്കത്തെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം ഈ കടന്നു പോകുന്നതെന്ന് ആലോചിക്കുക. ഭഗവാന്റെ ദർശനത്തിലൂടെയുള്ള നമ്മുടെ സഞ്ചാരം ഈ ജീവിതത്തിനിടയിൽ നാം എപ്പോൾ തുടങ്ങുന്നു അപ്പോൾ മുതൽക്ക് നാം ദിവ്യമായ ഒരു ജീവിതഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ, ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ ശ്രമിക്കുമ്പോൾ അന്നേ വരെ ഇല്ലാതിരുന്നൊരു നാഥൻ്റെ സാന്നിധ്യം അകവും പുറവും നമ്മിൽ നിറഞ്ഞു നിൽക്കും. നമ്മുടെ ഭൗതിക വ്യവഹാരങ്ങളിലും നമ്മുടെ ആധ്യാത്മ വ്യവഹാരത്തിലുമൊക്കെ പിന്നെ നമുക്കൊരു നാഥനുണ്ട്. ഭൗതിക വ്യവഹാരത്തിലും ഭഗവാൻ നമ്മെ നിയന്ത്രിക്കും, നമ്മെ നയിക്കും, നമുക്ക് തെറ്റുപറ്റിയാൽ തിരുത്തിത്തരും. ആത്മീയ വ്യവഹാരത്തിലും ഭഗവാന് നമ്മെ നയിക്കാനുള്ള കരുത്തും ആ പൂർണ്ണതയുമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു അസുലഭമായ കാലഘട്ടമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഇരിക്കണം. അല്ലാതെ അജ്ഞതയിൽപ്പെട്ട് നമ്മൾ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് മൂന്നാമത്തെ പദ്യത്തിൽ ഭഗവാൻ പറയുന്നത്. കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുകൃതി.
ഈ നിലയിൽ കണ്ടാൽ എന്താണ്, എല്ലാം ഇവിടെ ഉണ്ടെന്ന് തോന്നും. കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ്. അറിവ് നിറയുന്നത് എപ്പോഴാണ്? ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോഴാണ്. ഈ നിലയിൽ കണ്ടാൽ ഉണ്ടാകയില്ല അറിവ്. ഏത് നിലയിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച നിലയിൽ. എന്താണ്? ഈ അംഗവും അകവും അജ്ഞതയിൽപ്പെട്ട് കൊണ്ടാടുന്ന ഒരു അവസ്ഥ, കൊണ്ടോടുന്ന ഒരു അവസ്ഥ, ഭ്രമപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാതെ അതിൻ്റെയൊക്കെ പിന്നാലെ ഓടുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ പോയാൽ, അങ്ങനെ ഈ ലോകത്തെ കണ്ടാൽ എന്താണ്? അറിവ് ഉണ്ടാകയില്ല. അറിവുണ്ടാവുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം. നമുക്കത് എല്ലാവർക്കും അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തെ ചേർത്ത് വയ്ക്കുന്നത് എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ട ജോലി കിട്ടുന്നതിലാണ് എല്ലാവരും ജീവിത ലക്ഷ്യത്തെ കാണുന്നത്. ഇപ്പോൾ ഒരാൾ എൻജിനീയർ ആവുന്നു, എൻജിനീയർ ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു, എൻജിനീയർ ആവുന്നു. അപ്പോൾ അയാൾ പറയും ഞാൻ എൻ്റെ ജീവിത ലക്ഷ്യം സാധിച്ചു എന്ന് പറയും. ഒരാൾ ഡോക്ടർ ആവുന്നു, ഇപ്പോൾ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു, എൻട്രൻസ് എഴുതുന്നു, MBBSന് അഡ്മിഷൻ ലഭിക്കുന്നു, പിന്നെ അത് പഠിച്ചിട്ട് MBBS കാരനായിട്ട് പുറത്തിറങ്ങുന്നു. അപ്പോൾ പറയും ഞാൻ എൻ്റെ ലക്ഷ്യം സാധിച്ചു എന്ന് പറയും. ചിലർക്ക് രാഷ്ട്രീയക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് വരെയുണ്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനപ്പുറം എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അതിനപ്പുറം ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് എന്തെങ്കിലും നേടേണ്ടതുണ്ടോ? ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതൊന്നും ലക്ഷ്യമല്ല, ഇതൊക്കെ നമ്മുടെ ജീവിത സഞ്ചാരത്തിൻ്റെ ചില മാർഗങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിലുണ്ടാവേണ്ട ലക്ഷ്യം എന്താണ്? സത്യത്തെ അറിഞ്ഞിട്ട് പൂർണ്ണനാവുക എന്നുള്ളതാണ് ലക്ഷ്യം. മോക്ഷപ്രാപ്തിയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യം. ആ ലക്ഷ്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ഇത് ഇവിടെ കാണുന്ന ഭ്രമചിന്തകളൊക്കെ കണ്ടിട്ട്, ഈ ഭ്രമലോകം കണ്ടിട്ട് അതിൽ കൊണ്ടാടി നടക്കുന്ന മനത്തെയും അംഗത്തെയും ഒന്ന് പരുവപ്പെടുത്തിയെടുക്കണം. ഇവരെ രണ്ടുപേരെയും കാര്യം പറഞ്ഞൊന്ന് ബോധിപ്പിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവ് ഉണ്ടാകുകയില്ല. നമുക്ക് എന്ത് അറിവാണ് ഉണ്ടാകേണ്ടത്? അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണ് മധു ഉണ്ട് ആരമിക്കുന്ന ഒരു വണ്ടിനെ പോലെ ആവണം. സുകൃത ജന്മമാവണം. സുകൃതികൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു. സുകൃതിക്ക് മാത്രമേ ഈ തണ്ടാരിൽ വീണ് മധുവുണ്ട് ആരമിക്കുന്ന വണ്ടിനെ പോലെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വണ്ടിൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതെന്താണ്? ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് ഇങ്ങനെ പാറി നടന്നിട്ട് ഈ തേൻ കുടിച്ച് മത്തനായിട്ടിങ്ങനെ സുഖകരമായിട്ട് ജീവിക്കുന്നു. ശരിയായ ആനന്ദം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞെന്നാൽ നമുക്കെല്ലാവർക്കും ഇതുപോലെ സുഖകരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ആ സുഖകരമായ ആനന്ദം ഉള്ളിൽ നിറയ്ക്കുന്ന പ്രവർത്തികളാണ് നാം ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് ജീവിതത്തിൽ ആനന്ദം ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചെന്നാൽ, ആനന്ദം ലഭിക്കാനുള്ള പ്രവൃത്തിയല്ല നാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്ന ആനന്ദം ലഭിക്കുന്നത് അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. നല്ല പ്രവൃത്തി ചെയ്താൽ ഉള്ളിൽ ആനന്ദം നിറയും. അപ്പോൾ ആനന്ദം നിറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക, തുടരുക. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ.